ഞാൻ കൊട്ടാരത്തിൽ ചെന്ന് ഗ്രന്ഥങ്ങൾ എടുത്തു വരാം. ആരാധനാമൂർത്തികളെയും കാരണവന്മാരെയും പ്രാർത്ഥിക്കുമ്പോൾ കുടുംബയക്ഷിയെ ധ്യാനിക്കാൻ മറക്കരുത്. കൊട്ടാരം മറപ്പുരയുടെ സൂക്ഷിപ്പുകാരിയാ കുടുംബയക്ഷി. ഗരുഡമൂർത്തി, ഹനുമാൻ ദേവ, ജഗദീശ്വര, മങ്കുവമ്മൂമ്മേ, കാരണവന്മാരെ, കുടുംബയക്ഷി, ഇവനെ അനുഗ്രഹിക്കുന്നു. ഭയപ്പെടാതെ കുമാര. ഉടവാൾ കയ്യിലെടുത്ത് ധ്യാനിക്കൂ. ഉടവാൾ പീഠത്തിൽ വെച്ചിട്ട് ഗ്രന്ഥക്കെട്ടെടുത്തോളൂ. ഒന്നാം ഗ്രന്ഥം ഗരുഡ സേവയും മന്ത്രപ്രയോഗങ്ങളും. രണ്ടാം ഗ്രന്ഥം ഹനുമാൻ മന്ത്രങ്ങളും പ്രയോഗങ്ങളും. ദുർമന്ത്രവാദ പഠനം പഠിക്കല്ലാതെ പ്രയോഗിച്ചു. അതെ കുമാരേട്ടൻ, ഇത് കുമാരേട്ടന്റെ ലക്ഷ്മിക്കുട്ടിയാണ്. ഇങ്ങോട്ടൊന്ന് നോക്കൂ. എന്റെ പിന്നാലെ വരരുത്. ഓഹോ, എന്നെ ഭയപ്പെടുത്തുകയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കുമാരേട്ടനെ കൊണ്ടേ പോവും. എങ്ങോട്ട്? അതാ ആ പാലമരത്തിന്റെ മുകളിലാണ് എന്റെ വാസം. കുമാരേട്ടൻ വരൂ, നമുക്കൊന്നിച്ചവിടെ കഴിയാം. നീ ഇനി എന്നെ ശല്യം ചെയ്യുമോ? ഇല്ല കുമാരേട്ട. ശരി, സത്യം ചെയ്യേ. കുമാരേട്ടൻ ബ്രഹ്മചാരിയായി കഴിയുന്ന കാലത്തോളം ഞാൻ ശല്യം ചെയ്യില്ല. സത്യം, സത്യം, സത്യം. എന്താ കിടക്കാഞ്ഞത്? നീ വരാതെ ഞാൻ എങ്ങനെ സമാധാനമായി ഉറങ്ങും മോനെ? ദുർനിമിത്തങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ലമ്മേ.
ആവൂ, ഞാൻ വല്ലാണ്ട് പേടിച്ചിരിക്കുകയായിരുന്നു. ഗ്രന്ഥങ്ങൾ എടുക്കാനായി പപ്പു പോകുമ്പോ എങ്ങു നിന്നോ വന്നൊരു പോത്ത് അവന്റെ നേരെ ചാടി വീണു. കൃഷ്ണപ്പരുന്ത് വന്ന് പോത്തിനെ തുരത്തി. അമ്മേ, എന്താ മോനെ? ഒരു പാവം പെണ്ണിനെ വിഷം തീണ്ടിയിരിക്കുന്നു. മന്ത്രപഠന സമയത്ത് തന്നെ നിനക്ക് ജ്ഞാനദൃഷ്ടി ലഭിച്ചുവോ? എല്ലാം തറവാടിന്റെ സുഹൃത്ത ഫലം. സമയമില്ലേ? കുട്ടി എഴുന്നേൽക്കൂ. പതുക്കെ മോളെ. ഗരുഡ ഭഗവാനെ, ഭക്ത ഹനുമാനെ പ്രസാദിപ്പിച്ച് സിദ്ധി നേടാൻ അനുവദിച്ചാലും ബാലാർക്കായുധ തേജസാം ത്രിഭുവന പ്രക്ഷോഭകം സുന്ദരം സുഗ്രീവാദിവാനരഘുനെ സംസേവ്യ പാദാന്തരം പുഷ്പം സ്മം അസ്ഫു സ്മം അനുമതി. നീ ഭാഗ്യവാനാണ്. എത്ര വേഗമാണ് നിനക്ക് മന്ത്രസിദ്ധി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ദേവി മന്ത്രജപം ഉടനെ ആരംഭിച്ചു. എല്ലാ സിദ്ധികളും പെട്ടെന്ന് അങ്ങോട്ട് നേടാനാണോ കുമാരന്റെ ശ്രമം? കൊച്ചുതമ്പി അങ്ങുന്നിന് ഇങ്ങനൊരു മാറ്റം ഉണ്ടാവുമെന്ന് ആരെങ്കിലും നിരീക്ഷിച്ചതാണോ? പഴയ കഥയെല്ലാം നിനക്കറിയില്ല. ജീവിതത്തിൽ എത്രമാത്രം ദുഃഖങ്ങളാണ് ഞാൻ അനുഭവിച്ചത്. 2 മക്കളെ തന്നിട്ട് മംഗലാപുരത്തേക്ക് പോയ നാഗരാജൻ പോറ്റിയെ പിന്നീട് കണ്ടിട്ടില്ല. കുമാരനെ സരസ്വതിയും വളർത്തിയത് മഹേശ്വരിയും ഞാനും കൂടാ. 2 പൊടിക്കുഞ്ഞുങ്ങളെ പെറ്റിട്ട് സരസ്വതിയും പോയി. അന്നു മുതൽ ആ കുട്ടികളെ വളർത്തുന്നത് മഹേശ്വരിയ. നാമം ചൊല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യാ കുട്ടികളെ? രാമ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം രാമകൃഷ്ണ വാസുദേവ രാമ രാമ പാഹി മാം രാമ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം രാമകൃഷ്ണ വാസുദേവ രാം. ശിവ ഓം സ്വാഹ 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 ശിവ ഓം. എന്റെ പൊന്നു മോനെ, കുരുങ്ങു പ്രായത്തിൽ തന്നെ മാന്ത്രികനാകണമെന്ന മോഹമോ? എന്റെ മോനെ, ആരാത്? എന്താ കുമാര? കൊച്ചമ്മയും കുട്ടികളും കൂടി ഇപ്പൊ തന്നെ തറവാട്ടിലേക്ക് വരണം. ചേച്ചിക്ക് എന്തെങ്കിലും കാര്യമൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. ഉടനെ പുറപ്പെടും. വരൂ കുഞ്ഞുങ്ങളെ. ചേച്ചി, ചേച്ചി, അയ്യോ ചേച്ചി, ചേച്ചിക്ക് എന്തോ അസുഖമാണെന്ന് കുമാരമെന്ന് വിളിച്ചപ്പോ ഞാൻ പേടിച്ചുപോയി. എന്താ ചേച്ചി കാര്യം? എനിക്കൊന്നും അറിഞ്ഞുകൂടെ എന്റെ മകൻ. ഞാൻ നിലവറയിലേക്ക് പോവുകയാണ്. എല്ലാരും കുമാര, കാര്യം എന്താ?
ഒരു കാര്യമില്ലാണ്ട് വെള്ളിയാഴ്ചയായിട്ട് കുമാരമൊന്നും വിളിക്കില്ല. കാര്യം എന്താന്ന് കുമാരൻ പറയാത്തെന്താ? എന്താ കുമാര, നിനക്കെന്താ പറയാൻ ഇത്ര മടി? ഒരു രക്ഷസ് അല്പനേരം കഴിയുമ്പോൾ കൊച്ചുപുത്തൂർ വിട്ട് കൊച്ചുമേ കുട്ടികളെ കൊല്ലാനുള്ള പുറപ്പാടാണ്.